മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ജില്ലയിൽ നിന്ന് മാത്രം 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ്. 1 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ വരെ വാർഷിക ലാഭമാണ് വാഗ്ദാനം നൽകിയത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിലധികവും. കർണാടക ആസ്ഥാനമായുള്ള ഇന്നവിറ്റബിൾ ഡിസാസ്റ്ററായി എന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. ഇടനിലക്കാരെ പ്രതിയാക്കി കേസ് വളാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. ഇത് എൻ്റെ ഭർത്താവാണ് ഇതിൽ 10 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 1.25 വർഷമായി ഇപ്പോൾ ഒന്നുമില്ല, പൈസ ഒന്നുമില്ല. അപ്പം ഞങ്ങളെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയാണ്. ഗൾഫിലായിരുന്ന സമയത്ത് സുഖമില്ലാതായിട്ടാണ് നാട്ടിലായിട്ട് അന്ന് മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടി വെച്ചതാണ്. വീട് പണിക്കൊക്കെ പാടായിട്ട് മോൾക്ക് 21 വയസ്സായ 2-3 കല്യാണങ്ങളൊക്കെ വന്ന് ചെയ്യാൻ പറ്റാതെ ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറക്കുന്നുണ്ട്. AD ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലില്ല. ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത്. പൈസ കൂടിയതിൻ്റെ ദിവസം 25,000 അടിച്ചിട്ടാണ് അതിൽ വന്നത്. ആ 25,000 അടിച്ച് ഞങ്ങൾക്ക് മാസം 21,500 തരാം, 17 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞത്. എൻ്റെ കുട്ടീനെ കെട്ടിക്കള കായാണിത്. എൻ്റെ കുട്ടീൻ്റെ കല്യാണം ഇപ്പോൾ ആരായി പാകെ തകരാറിൽ പോകണം. അതിനുള്ള കാശ് സ്വരൂപിച്ച് വെച്ചതാണ്. ഈ കച്ചവടം ചെയ്തിട്ടും നമ്മൾ കിട്ടണത് സ്വരൂപിച്ച് ചിലവും കഴിഞ്ഞ് നമ്മളേത്തെ ഒരു സമ്പാദ്യമില്ല, ആകെയുള്ള സമ്പാദ്യമാണ്. ഇതിന് ഒരു പ്രശ്നമില്ല. 100% ഉറപ്പ്. പിന്നെ നമ്മളെ നാട്ടുകാരൻ, നമ്മളെ ഒരു സുഹൃത്തും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഗൾഫിൽ നിന്നുള്ള ഒരു കൂട്ടായ്മയും കൂടെ ഇതിലുണ്ട്. നാട്ടുകാരായ ഒരുപാട് ആളുകളും കുടുംബക്കാരായ ഒരുപാട് ആളുകളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലാഭവിഹിതം കിട്ടുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ഇത് ഒഴിവാക്കി വരണമല്ലോ. അപ്പോൾ എമൗണ്ട് അവിടെ കൊടുത്തിട്ടാൽ അതൊരു ഇതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ പാതിവില തട്ടിപ്പിൻ്റെ ആഘാതത്തിൽ നിന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ടേക്ക് ഓഫ് വിസ തട്ടിപ്പ്, ഇപ്പോൾ പുതിയ തട്ടിപ്പ്. അത് ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന പേരിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇന്നവിറ്റബിൾ തട്ടിപ്പായി പോയല്ലോ. എന്തായാലും പൈസ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ തട്ടിപ്പാണോ ഇത് അഷ്കർ? അരുൺ, പാതിവര തട്ടിപ്പ് പോലെ തന്നെ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പായിരിക്കും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലായി സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുകയും ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നിക്ഷേപമായി പണം സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. 1 ലക്ഷം രൂപ ഒരാൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാസം 2,500 രൂപയാണ് ലാഭവിഹിതമായി നൽകുന്നത്. അങ്ങനെ ഒരു വർഷം 1 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ വരെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തതോടെ തന്നെ നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗവാക്കാകുകയും ചെയ്തു. ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ള, ഇതിൻ്റെ മുഖ്യ സൂത്രധാരായിട്ടുള്ള, തട്ടിപ്പിൻ്റെ പിന്നാമ്പുറത്തുള്ള ആളുകൾ ഇടനിലക്കാരെ വെച്ചാണ് പ്രാദേശികമായി, പ്രത്യേകിച്ച് വളാഞ്ചേരി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ഉൾപ്പെടെ തിരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വ്യാപകമായി ആളുകളെ കണ്ണു ചേർത്ത് വ്യാപകമായി തന്നെ നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തത്. പലരും 2, 4, 5, 10 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച ആളുകളുണ്ട്. നിലമ്പൂരിൽ മേഖലയിൽ നിന്ന് മാത്രം ഏകദേശം 20 കോടിയോളം രൂപ ഇത്തരത്തിൽ അവിടെയുള്ള ഇടനിലക്കാരൻ സമാഹരിച്ച് നൽകി. സമാനമായ രീതിയിൽ വളാഞ്ചേരിയിൽ നിന്നും 12 കോടിയിലധികം രൂപ സമാഹരിച്ച് നൽകി. അങ്ങനെ ജില്ലയിലുടനീളം ഏകദേശം പ്രാഥമിക കണക്കെടുപ്പിൽ തന്നെ 100-ലധികം കോടി, 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏകദേശം 9ഓളം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഇവർ പണം സ്വീകരിച്ചിരുന്നു. ഈ 9 സൂപ്പർ മാർക്കറ്റുകളും കഴിഞ്ഞ 1 വർഷമായി പൂർണ്ണമായും അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതിലേക്കൊക്കെ പണം നിക്ഷേപിച്ച മനുഷ്യർ അതിലേറെയും പ്രവാസികളായിരുന്നു. കാരണം പ്രവാസികളെ ഉദ്ദേശിച്ച് അവരെ ലക്ഷ്യമാക്കി തന്നെയായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് നടത്തുകയും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവസാനം ഒരു സുപ്രഭാതത്തിൽ പണവുമായി ഈ സംഘം മുങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പരാതി നൽകാൻ ഒരുങ്ങിയ ഈ നിക്ഷേപരോടൊക്കെ തന്നെ പണം ഫ്രീസായിരിക്കുകയാണ്. ED-യുമായി ബന്ധപ്പെട്ട മറ്റ് പല കേസുകളുമാണ്. അത്തരത്തിൽ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 1 വർഷത്തോളം ഈ നിക്ഷേപകർ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് സംഘം വിഡ്ഢികളാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇതുവരെ അവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തങ്ങൾ
തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു, കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഈ നിക്ഷേപകരാണ് ഇപ്പോൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 10ഓളം പരാതികൾ ഇപ്പോൾ തന്നെ വളാഞ്ചേരി പോലീസിൽ നൽകിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തട്ടിപ്പിനിരയായ ആളുകളും അതുപോലെ തന്നെ ഇവരുടെ സൂപ്പർ മാർക്കറ്റിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകളുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അതിൽ 700-ലധികം ആളുകളാണ് ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമുള്ള. സ്വാഭാവികമായും 1000-ലധികം വരുന്ന ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ തന്നെ പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അനുമാനം. അങ്ങനെയെങ്കിൽ സമീപകാലത്ത് മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ പലവിധത്തിലെ ജ്വല്ലറി ഷോപ്പുകളും ഫർണിച്ചർ ഷോപ്പുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിലേക്കൊക്കെയുള്ള നിക്ഷേപമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉയർന്ന ലാഭവിഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. AD സൂപ്പർ മാർക്കറ്റ് എന്ന പേരിലായിരുന്നു ഇവർ പലയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ചിരുന്നത്. ഈ നിക്ഷേപിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അതിൽ മാസം ഇത്ര രൂപയുടെ സൗജന്യ പർച്ചേസിങ്ങിനുള്ള വാഗ്ദാനവും നൽകിയിരുന്നു, അതിൽ കൂപ്പണുകളും നൽകിയിരുന്നു. ആദ്യം 1 വർഷത്തോളം ഇവർ ഇത് നൽകുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പണവുമായി മുങ്ങുകയും ചെയ്തു. മാത്രമല്ല പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ഇടനിലക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അടക്കമുള്ളവർ പണം കൈമാറിയിരിക്കുന്നത് ഒരു മുൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിക്കാണ്. അഥവാ കോടികൾ ഇത് സമാനമായ രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തിയ ഒരു ആൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള സൂത്രധാരൻ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ലഭിക്കും അയാൾക്ക് വേണ്ടിയുള്ള അതിൽ പൂർണ്ണമായ മലയാളികളാണ്. കർണാടക ആസ്ഥാനമായിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷനെങ്കിലും ഇതിലുള്ള ഇടനിലക്കാരനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അടക്കം ഈ നാട്ടിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച ആളുകളടക്കം തന്നെ എല്ലാവരും മലയാളികളാണ്. മാത്രമല്ല ഈ ഇടനിലക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പണം കൈമാറിയിട്ടില്ല. ഇതിലെ മുഖ്യ സൂത്രധാരനും മലയാളിയാണ്. മാത്രമല്ല ആ മലയാളി മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നവരും. അതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും പാവപ്പെട്ട സ്വന്തം പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച, രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച, വീട് നിർമ്മാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച പാവപ്പെട്ടവരുടെ സമ്പാദ്യമാണ് ഈ കൊള്ള സംഘം ഈ ഘട്ടത്തിൽ കവർന്നെടുത്തിരിക്കുന്നത്. ഓക്കെ അഷ്കർ, നാളെ നമുക്ക് അതിൻ്റെ കൂടുതൽ വാർത്തകൾ കൊടുക്കണം. ഇത് ആരാണ് എന്നുള്ളത് നാളെ നമുക്ക് പ്രേക്ഷകർ അറിയിക്കണം. അവരുടെയൊക്കെ മുഴുവൻ ചരിത്രവും നമുക്ക് പുറത്തു കൊണ്ടുവരികയും വേണം. ആ കൊള്ള സംഘങ്ങളെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, തട്ടിപ്പ് നടത്തുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപ മാസം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞ് നിക്ഷേപം സ്വീകരിക്കുക, എന്നിട്ട് അതെല്ലാം അടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടികളെയൊക്കെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയല്ലേ, അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയൊക്കെ എടുക്കേണ്ട പൈസയല്ലേ, ആ പൈസയാണ് ഇതേപോലെ തട്ടിക്കൊണ്ടു പോകുന്നത്. തട്ടിപ്പിനിരയാകാൻ വീണ്ടും നമ്മുടെ ജീവിതം ബാക്കി എന്നല്ലാതെ എന്ത് പറയാൻ. എന്നിട്ട് അതിനൊരു പേരും ഇന്നെവിറ്റബിൾ മാർക്കറ്റിംഗ്, ഇന്നെവിറ്റബിൾ ദുരന്തമായിട്ട് മാറുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നടപടിയൊക്കെ ഉണ്ടായാലും ഈ പൈസ പോയതല്ലേ. അതിലേക്ക് ഒരു ജ്വല്ലറിക്കാരൻ വന്നിട്ട് തട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്നാണ് അറിയുന്നത്. അതിൽ ചിലർക്കൊക്കെ പൈസ തിരിച്ചു കിട്ടിയെന്ന് അറിയുന്നു. തിരിച്ചു കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക, നമുക്കത് വാർത്തയായിട്ട് കൊടുക്കാം. നമ്മളത് വാർത്തയായിട്ട് പോകുന്ന സമയത്ത് പലർക്കും അതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. ഒരു പ്രമുഖ ജ്വല്ലറിക്കാരനാണ്. ഞാനത് പറയാത്തതിൻ്റെ കാരണം അത് പരാതിയായിട്ട് അവർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്നാണ് ചില കോണുകളിൽ നിന്ന് പറയുന്നത്. പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് ആളുകൾ പോകുന്നത്. ഇതാണ് അവസ്ഥ. ഒരു കാരണവശാലും നിങ്ങളോട് ഇങ്ങനെ തട്ടിക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം അവരെ കൈകാര്യം ചെയ്യുക. പെട്ടെന്ന് പൈസ കിട്ടാൻ ഒരൊറ്റ വഴിയുമില്ല. അത് കഠിനാധ്വാനമല്ലാതെ ഷോർട്ട് കട്ടിലൂടെ പണം കണ്ടെത്താൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ പറ്റിക്കാൻ പോവുകയാണ് എന്ന് ഓർമ്മിച്ചോളൂ.